സ്വർഗീയ ധരിച്ചു ഞാൻ സ്വർഗീയ ധരിച്ചു ഞാൻ അമർത്യനായി നിത്യവീട്ടിൽ വസിപ്പാൻ ജനങ്ങളുടെ എന്നുള്ളിൽ അമർത്യനായി നിത്യവീട്ടിൽ വസിപ്പാൻ ജനങ്ങളുടെ എന്നുള്ളിൽ നിധിയും സുപ്രവസ്ത്രമായി മാറിടും എന്റെ നീതിയും പ്രവർത്തിക്ക് സുപ്രവസ്ത്രമായി മാറിടും താമസമോ വരവിന് താമസമോ വരവിന് താമസമോ വരവിന് താമസമോ വരവിന് എത്ര നാളികത്തിൽ ഞാൻ കാത്തിടണം എത്ര നാളികത്തിൽ ഞാൻ കാത്തിടണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കുറ്റച്ചാവിനെ കാണുന്നത് ഈ കൊട്ടാരക്കരയിൽ വെച്ചാണ്. 3 ദിവസങ്ങൾ ഇവിടെ ബൈബിൾ ക്ലാസ്സുകൾ നടത്തുവാൻ വിശുദ്ധന്മാർ വരുമ്പോൾ വിശുദ്ധന്മാരോടൊപ്പം ഇവിടെ വരികയും ഈ ബൈബിൾ ക്ലാസ് നടത്തി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ നന്മ, അത് ഞാൻ ഡിസംബറിൽ നിൽക്കുന്ന ഒരു കൊച്ചു ബ്രദറായിരുന്നു, ഒരു ചെറിയ നന്മ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ഇനി കാണാം എന്ന് പറഞ്ഞു പോവുകയായിരുന്നു. കാലതാമസമില്ലാതെ അതേ വർഷത്തിൽ തന്നെ നവംബർ മാസം 2-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി പോകുവാനിടയായിത്തീർന്നു. അവിടെ പോയ അന്ന് മുതൽ ഇദ്ദേഹത്തിനെ ഞാൻ മുൻപരിചയം ഉണ്ട് എന്ന രീതിയിൽ മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനെ, എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ല. എനിക്ക് ഈ പ്രിയ അച്ഛൻ്റെ പ്രവൃത്തികൾ ഇങ്ങനെ തുടർന്ന് രാപകലായി അധ്വാനിച്ച് പോകുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് അല്പം അടുപ്പം വരാതെ എനിക്ക് അല്പം അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ കാണുമ്പോൾ അണ്ണ എന്ന് വിളിക്കും, എന്നെയും അണ്ണ എന്നേ പറയുള്ളൂ. എന്നാൽ ഞാൻ അടുക്കില്ല, ഞാൻ മാറി നിൽക്കിയ ഒരു വ്യക്തിയായി. 2010 ഞാൻ പൊഴിയൂർ എന്ന പ്രദേശത്ത് പോയപ്പോൾ അവിടെ ഒരു സഹോദരൻ പൈശാചിക ബന്ധനത്താൽ അതേ ബാധിക്കപ്പെടുകയും ഞാൻ ആ സന്ദർഭത്തിൽ ചില വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. എന്നാൽ എന്നെ സഹായിക്കാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞ സന്ദർഭത്തിൽ എന്നോട് ഒപ്പും ചെയ്ത് ഞാൻ അങ്ങോട്ട് സഹായിക്കണമെങ്കിൽ നീ ഇങ്ങോട്ട് സഹായിക്കുവാണെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് സഹായിക്കും. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചവർ പറഞ്ഞ് ഇവിടെ അന്ന് വെങ്കച്ചിയിലെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നീ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് എന്നോടൊപ്പം സഹകരിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനോർത്ത് കർത്താവിൻ്റെ വേലയാണല്ലോ, ഏതെങ്കിലും കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത് തെറ്റല്ലോ എന്ന ഒരു മനോഭാവം എനിക്ക് ഉണ്ടായിട്ട് ഞാനത് ശരിയത് സമ്മതിക്കുവാനിടയായിത്തീർന്നു. എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ പൈശാചിക ബന്ധനത്തിൻ്റെ ഉടമയായി ഇരുന്നു. ആരും എന്നെ സഹായിക്കാനില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ ഞാൻ മാനസാന്തരപ്പെട്ട അന്ന് ദൈവം തന്നെ ഇറങ്ങി വരികയും എന്നെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തൊരു അനുഭവം എനിക്കുണ്ട്. അതുമുതൽ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്ന കാലം വരെ ഞാൻ ഈ അച്ഛൻ ചെയ്യുന്ന ഇതുപോലെ
പലതും ചെയ്ത് മുമ്പോട്ട് പോകുകയായിരുന്നു. പിന്നെ കർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനതൊക്കെ വെച്ച് മതിയാക്കി. ഇനി കർത്താവ് വിശുദ്ധന്മാരിലൂടെ കൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു തീരുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ അച്ഛൻ എന്നോട് പറഞ്ഞ ആ സന്ദർഭത്തിൽ ആ തീരുമാനം ഞാൻ മറന്നിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ശരിയെന്ന് വാക്ക് കൊടുക്കുവാനിടയായി. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഹൃദയം എന്നതുപോലെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുവാനുണ്ടെങ്കിലും അത് പറയുമായിരുന്നു. ചില കാര്യങ്ങളിൽ എന്നെക്കാൾ വേലയിൽ 10 വർഷം മൂത്തതാണ്. അദ്ദേഹം മൂപ്പനാകുന്ന വർഷത്തിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വന്നത്. പ്രായത്തിൽ നല്ല വ്യത്യാസമുണ്ട്. എങ്കിലും ഞാൻ എന്ത് പറയുന്നോ അതിന് അങ്ങോട്ട് മറ്റൊരു വാക്ക് പറയാതെ ശരിയെന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്നെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചോദിക്കും, എന്തിനാണോ ഇങ്ങനെ ഭയപ്പെടുന്നത്? അല്ല, എനിക്ക് അങ്ങനെ ഭയപ്പെട്ടേ പറ്റുകയുള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ ആരെയും ഭയപ്പെടുന്നില്ലല്ലോ എന്ന് ഇദ്ദേഹം കൂടെ ഇങ്ങനെ പറയുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കർത്താവിന്റെ പ്രവൃത്തി ചെയ്തു പോകുമ്പോൾ ഈ ലോകത്ത് ഈ ശുശ്രൂഷ മുഖാന്തരം ഏതെല്ലാം വിധത്തിൽ നിന്ദിക്കപ്പെടാമോ, ഏതെല്ലാം വിധത്തിൽ ദുഃഖിക്കാമോ, അതൊക്കെ കൂടെ നിന്ന് സഹിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യുകയായിരുന്നു. പലപ്പോഴും പലരും എന്നെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഇദ്ദേഹവുമായി ചേരുവാൻ സാധിച്ചത്? നിന്റെ സ്വഭാവം വ്യക്തിപരമായല്ലേ, എങ്ങനെ നീ ശുശ്രൂഷകൾ പോലും എന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ച് ഒന്നും പറയാതെ പോകും. എന്നെ സംബന്ധിച്ച് ഒന്ന് പറയുവാണെങ്കിൽ, ഇദ്ദേഹത്തിനോട് ചേർന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ എന്റെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നത് അത് എനിക്ക് വ്യക്തിപരമായി എടുത്ത് പറയുവാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ കാണുമ്പോൾ അത് എന്റെ ഒരു സഹോദരങ്ങളെ പോലെ ഞാനും അവരെ നോക്കി അതേ പോകുമായിരുന്നു. പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വീണ്ടും ഒരു തീരുമാനത്തിലേക്ക് വന്നു. അവയെ ഇങ്ങോട്ടൊരു സ്തോത്രം പറയുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു സ്തോത്രം പറയും. ഇങ്ങോട്ട് നീ സുഖമാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാനും അങ്ങോട്ട് സുഖമാണോ എന്ന് ചോദിക്കും. ഈ രണ്ട് വാക്കല്ലാതെ ഇദ്ദേഹമായിട്ട് യാതൊരു വാക്കും ഞാൻ സംസാരിപ്പാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ അതിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഇന്നേ സമയം വരെ മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. രാത്രിയിൽ വെച്ചും എന്നെ കണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുകയായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വിശുദ്ധന്മാർ തന്നെ അയക്കുന്ന സ്ഥാനത്തൊക്കെയും താൻ പോയിട്ട് എന്തിനാണ് അയക്കുന്നത് അത് നിവർത്തിച്ച് അതിൻ്റെതായ ഉത്തരവാദിത്വം കൊണ്ടുവന്ന് വിശുദ്ധന്മാരെ അറിയിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്തു എന്ന് പറയാൻ അതേ സന്തോഷത്തോടെ താൻ ഒരുക്കമുള്ളവനായിരുന്നു. കഴികളിൽ നിന്ന് ഒരു വീൽ ചെയറിലാണ് ട്രാൻസ്ഫറായി ഞാൻ കൊണ്ടുവന്ന് എതിർത്താവൂര് വിട്ടിട്ട് പോയത്. ഏകദേശം ഒരു വർഷകാലം കഴിയുകളിലും എതിർത്താവൂരും ചേർന്ന് ശനിയും ബുധനും അല്ലാതെ ഞാൻ താമസിക്കുന്ന ഫെയ്ത്തോമിൽ ഞാൻ താമസിക്കില്ലായിരുന്നു. കാരണം ശാരീരികമായ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും ചില ശുശ്രൂഷകർക്ക് എടുത്ത് പറഞ്ഞ് ഇപ്പോൾ വിട്ടമരിക്കുവാണെങ്കിൽ നിനക്ക് നേരായി ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ കഷ്ടവും എന്റെ വേദനയും എന്റെ ദുഃഖവും ഒന്നും ഞാൻ ഓർക്കില്ലായിരുന്നു. അതൊന്നും ഓർക്കുവാൻ ദൈവം അനുവദിച്ചില്ലായിരുന്നു. വാഹനത്തിലായിരുന്നു ഞാൻ കരയുന്നത്, വാഹനത്തിലായിരുന്നു ആത്മാവിൽ അറിയുന്നത്, വാഹനത്തിലായിരുന്നു. ഒരു വാക്ക് എപ്പോഴും പറയും, കർത്താവെ ലജ്ജിപ്പിക്കരുതേ എന്ന് പറയുമായിരുന്നു. കർത്താവ് വിശ്വസ്തനായിരുന്നു, ലജ്ജിപ്പിച്ചില്ല. 2 ദിവസം വരെയും വിശ്വസ്തനായി അതേ കൂടി നടത്തി എന്റെ ജീവിതത്തിൽ എന്നെ ഓടുന്നു. അതേ അന്ത്യത്തോളം കർത്താവിനെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ജീവിച്ച് എന്റെ അവകാശത്തിൽ ചെലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.